ഓക്കെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞത് പെർക്വിസിറ്റ്സിനെ പറ്റിയിട്ടാണ്. പെർക്വിസിറ്റ്സ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും രണ്ടാമതും റിവിഷൻ ടൈമിൽ ഈ ചാപ്റ്റർ കഴിയുന്ന ദിവസം നമ്മൾ ഇതിനെ റിവൈസ് ചെയ്യും. സോ ആ സമയം ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് പഠിച്ചതെന്ന്. അലവൻസസ് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അലവൻസസ് മീൻസ് സാലറിയിൽ ബേസിക് പേ ഉണ്ടാവും 20,000. ബേസിക് പേൻ്റെ കൂടെ പല പല ക്യാഷ് തിങ്സും ഇതിൻ്റെ കൂടെ ഇങ്ങനെ ആഡ് ചെയ്യും. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചിലപ്പം മീൻസ് എന്താ പറയുക, ഹൗസ് റെൻ്റ് അലവൻസ്, നീ വാടക കൊടുക്കുന്നില്ലേ, സോ ഐ വിൽ ഗിവ് യു സം എമൗണ്ട് ആസ് ഹൗസിന് റെൻറ്റ് കൊടുക്കുന്ന രീതിയിൽ ഒരു അലവൻസ് ആയിട്ട് എനിക്ക് ഒരു 10,000 രൂപ തരാം. മെഡിക്കൽ അലവൻസ്, മെഡിക്കൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റി ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതെന്താ അവിടെ പഠിച്ചത്? അപ്പോൾ നമുക്ക് മെഡിക്കൽ എടുക്കാം. മെഡിക്കൽ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ഫെസിലിറ്റി, മെഡിക്കൽ ഫെസിലിറ്റിയാണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? എംപ്ലോയർ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ബട്ട് മെഡിക്കൽ അലവൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇയാൾ ഈസ് ഗിവിങ് സം മണി, 5,000 ആസ് ഇറ്റ്സ് മെഡിക്കൽ അലവൻസ്. ഒരു മെഡിക്കൽ അലവൻസ് ആയിട്ട് ഒരു 5,000 രൂപ എന്ത് ചെയ്യുകയാണെങ്കിൽ കൊടുക്കുകയാണ്. മെഡിക്കൽ ഫെസിലിറ്റീസ് മീൻസ് എംപ്ലോയർ ആ ഒരു ഫെസിലിറ്റി അസുഖം വരുമ്പം ഹീസ് പ്രൊവൈഡിങ് ഇൻ ഹിസ് ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ പുറത്തെ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട്, അതൊക്കെ നമ്മൾ പഠിച്ചു ഓൾറെഡി. ഓക്കെ, ബട്ട് മെഡിക്കൽ അലവൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാലറിൻ്റെ കൂടെ ക്യാഷ് കൊടുക്കുകയാണ്. സോ ടേക്ക് ഇറ്റ് ആസ് എ മെഡിക്കൽ അലവൻസ്. നിൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖമായ അല്ലെങ്കിൽ നിനക്ക് അസുഖമാറ്റം വരുവാണെങ്കിൽ യു ടേക്ക് ഇറ്റ് ആസ് മെഡിക്കൽ അലവൻസ്. സോ ഈ അലവൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് മന്തിൽ ഇങ്ങനെ ഫിക്സഡ് ആയിട്ട് കിട്ടണമെന്നൊന്നുമില്ല. ചിലപ്പം കിട്ടാം, ചിലപ്പം കിട്ടൂല. ഡിയർനെസ് അലവൻസ് ആണ്. നമ്മുടെ എന്താ പറയുക, കോസ്റ്റ് ഓഫ് നമ്മുടെ ചില സാധനങ്ങളൊക്കെ വിലയൊക്കെ കൂടുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ലിവിങ് ഇൻഡെക്സ്, പ്രൈസ് ഇൻഡെക്സ് ഒക്കെ, പ്രൈസ് ഹൈക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊടുക്കുന്നതാണ് DA. എല്ലാ മാസവും DA കിട്ടണമെന്നില്ല. മെഡിക്കൽ അലവൻസ് എല്ലാ മാസവും കിട്ടണമെന്നില്ല. വേറൊരു അലവൻസ് ഉണ്ട്, മാരേജ് അലവൻസ്. എല്ലാ മാസവും എനിക്കിതാ പിടിച്ചോ മാരേജ് അലവൻസ് 5,000 രൂപ എന്ന് പറഞ്ഞ് തരുവോ ഇല്ല. കല്യാണത്തിൻ്റെ ആ ഒരു സമയം മാത്രമായിരിക്കും മാരേജ് അലവൻസ് കിട്ടുക. സോ അലവൻസ് റെഗുലർ ആയിരിക്കണം എന്നില്ല. പിന്നെ ഫെസ്റ്റിവൽ അലവൻസ്, ഓണത്തിൻ്റെ അലവൻസ് മാസത്തിൽ കിട്ടുമോ? ഇല്ല, ഓണത്തിൻ്റെ സമയത്ത് മാത്രമേ കിട്ടുള്ളൂ. സോ ദാറ്റ് അങ്ങനെ. ക്രിസ്മസ് അലവൻസ് ക്രിസ്മസിൻ്റെ ടൈം മാത്രമേ കിട്ടുള്ളൂ. ഹോളിഡേ ട്രിപ്പ് അലവൻസ്, നീ കുറേയൊക്കെ ദിവസമായാലും വർക്ക് ചെയ്യുന്ന, യു ഗോ ഫോർ എ ഹോളിഡേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് പൈസ തരുവാണ് ഹോളിഡേ ട്രിപ്പ് അലവൻസ് ആയിട്ട്. അപ്പം അതും സ്ഥിരമായിട്ട് കിട്ടണമെന്നില്ല, ചില സമയത്തേ കിട്ടുള്ളൂ. ഇനി ദാറ്റ് ഇസ് 10,000. ഇത് നമുക്ക് ക്യാഷ് ആയിട്ടാണ് കിട്ടുക അലവൻസ്. ബട്ട് ഫെസിലിറ്റി ആകുമ്പോൾ വി ആർ നോട്ട് ഗെറ്റിംഗ് ക്യാഷ്. മെയിൻലി വി ആർ നോട്ട് ഗെറ്റിംഗ് ക്യാഷ്. സംടൈംസ് ക്യാഷൊക്കെ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് അത്ര ഡീപ്പായിട്ടൊന്നും ഇല്ല. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ നമ്മൾ അങ്ങനെയൊന്നും പറയാണ്ട് പോകുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി ഇത് മെയിൻലി ക്യാഷ് ആയിരിക്കും, മറ്റത് മെയിൻലി ബെനിഫിറ്റ്സ് ആയിരിക്കും. ഓക്കെ, സോ ആ ഒരു വ്യത്യാസമാണ് പെർക്വിസിറ്റ്സും അലവൻസും തമ്മിലുള്ളത്. പെർക്വിസിറ്റ്സ് നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. സോ അലവൻസ് നമ്മൾ ഇവിടെ വെച്ച് പഠിക്കാൻ പോവുകയാണ്. സോ ഡിഫറെൻ്റ് അലവൻസ് ആൻഡ് ടാക്സ് ഇംപ്ലിക്കേഷൻ. അലവൻസ് കിട്ടുമ്പം ഒരു എംപ്ലോയിക്ക് അത് ടാക്സ് കൊടുക്കണോ കൊടുക്കണ്ടയോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ അലവൻസ് നീഡ് നോട്ട് ബി റെഗുലർ വൺ. ഇത് നിങ്ങൾ ഒരു തവണ വായിക്കുക കേട്ടോ. ഇതൊരു തവണ നിങ്ങൾ വായിക്കുക. ഓക്കെ, വലിയ ബുദ്ധിമുട്ടോ മീൻസ് എക്സാമിനേഷന് വലിയ പ്രശ്നമൊന്നും ആക്കൂല ഇത്. അടുത്തത് അലവൻസിന് ടാക്സിൻ്റെ ഒരു ടാക്സ് ഇംപ്ലിക്കേഷനിൽ വരുമ്പം നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫുള്ളി ടാക്സബിൾ അലവൻസ്, പാർട്ട്ലി ടാക്സബിൾ അലവൻസ്, ഫുള്ളി എക്സംപ്റ്റ് അലവൻസ്. ദാറ്റ്സ് ഓൾ. ഇങ്ങനെ പറഞ്ഞിട്ട് 3ആയിട്ട് നമ്മൾ അലവൻസിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫുള്ളി ടാക്സബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ഒരു അലവൻസ് കിട്ടി അതിന് മുഴുവനായിട്ട് നമ്മൾ ടാക്സ് കൊടുക്കണം, എക്സംപ്ഷനൊന്നും കിട്ടൂല. പാർട്ട്ലി ടാക്സബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ഒരു അലവൻസ് കിട്ടിയാൽ നമ്മൾ പകുതി ടാക്സ് കൊടുക്കണം, ബാക്കി പകുതിക്ക് ടാക്സ് കൊടുക്കണ്ട. അല്ലെങ്കിൽ 90% ടാക്സ് കൊടുക്കണം, 10% ടാക്സ് കൊടുക്കണ്ട. കുറച്ച് ഭാഗത്തിന് ടാക്സ് കൊടുക്കണം, കുറച്ച് ഭാഗത്തിന് ടാക്സ് കൊടുക്കണ്ട. ആൻഡ് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെയുള്ള സംഭവം കിട്ടുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? ഒട്ടും ടാക്സ് കൊടുക്കണ്ട. ഇത് ഞാൻ വേറെ നോട്ടിലൊന്നും എഴുതുന്നില്ല. അപ്പം 3 തരത്തിലുള്ള അലവൻസ്. നിങ്ങൾ ഭാവിയിൽ ഫ്യൂച്ചറിൽ വേറെ എന്തെങ്കിലും പഠിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബൈഫർക്കേഷൻ അല്ല വരിക കേട്ടോ. വേറെ രീതിയിലായിരിക്കും ഇതൊക്കെ എഴുതിയിട്ടുണ്ടാവുക. ഫുള്ളി ടാക്സബിൾ അലവൻസിൻ്റെ അണ്ടറിൽ പല ജനറൽ അലവൻസ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. സോ അതുകൊണ്ട് അവിടെ നിങ്ങൾ ഈ ഒരു രീതിയിലല്ല കേട്ടോ ക്ലാസിഫിക്കേഷൻ പോവുക. സോ ഇവിടെ ഈ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ അലവൻസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫുള്ളി ടാക്സബിൾ അലവൻസ്,
ട്രീറ്റ്മെൻ്റ് എല്ലാം കറക്റ്റാണ്, ബട്ട് എഴുതിയ ഹെഡിങ്ങിന് കുറച്ച് പ്രശ്നം. പാർട്ട്ലി ടാക്സബിൾ അലവൻസ് ആൻഡ് ഫുള്ളി എക്സംപ്റ്റ് അലവൻസ്. സോ നമ്മൾ ആദ്യം എന്ത് നോക്കും? ഫുള്ളി ടാക്സബിൾ അലവൻസ്. ഈ അലവൻസ് ആണ് ക്വസ്റ്റ്യനിൽ കാണുന്നതെങ്കിൽ അതിന് ഫുള്ളായിട്ട് ടാക്സ് കൊടുക്കണം. ഇൻകം അണ്ടർ ദ സാലറിയിൽ ഈ ഒരു സാധനം വന്നിരിക്കണം. സാലറി എന്ന് പറയുന്ന ഹെഡിൽ ഈ ഒരു സാധനം കംപ്ലീറ്റ് ആയിട്ട് വന്നിരിക്കണം. ഡിയർനെസ് അലവൻസ്, ഡിയർനെസ് പേ അതുപോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഡിയർനെസ് അലവൻസിൻ്റെ വേറൊരു പേരാണ് കോസ്റ്റ് ഓഫ് ലിവിങ് അലവൻസ്. അതായത് നമ്മളെ പൈസയൊക്കെ കൂടുന്നതിന് കണക്കായിട്ട് നമ്മളെ ജീവിതം വളരെ കഷ്ടപ്പാടുന്നെന്ന് തോന്നുമ്പോൾ നമ്മളെ എംപ്ലോയർ നമുക്ക് തരുന്ന സംഭവമാണ് എന്ത്? ഡിയർനെസ് അലവൻസ്. ഓക്കെ, പ്രൈസ് ഹൈക്കിൻ്റെ ഒക്കെ സമയത്ത്. അതുകൊണ്ടാണ് അതിന് കോസ്റ്റ് ഓഫ് ലിവിങ് അലവൻസ് എന്ന് പറഞ്ഞത്. ഇത് ക്വസ്റ്റ്യനിൽ കണ്ട ഇത് സാലറീൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിരിക്കണം. ബേസിക് പേൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിരിക്കണം. അടുത്തത് ഇൻട്രിം റിലീഫ് അലവൻസസ്. അത് കണ്ടാലും നമ്മൾ എന്ത് ചെയ്യണം? സാലറീൻ്റെ കൂടെ ആഡ് ചെയ്യണം. സാലറി റിവിഷൻ്റെ ഒക്കെ സമയത്ത് കിട്ടുന്നത് നിങ്ങൾ അതിൻ്റെ തിയറി പാർട്ടൊന്നും പോകണ്ട, ഈ ഒരു സാധനം ഓർമ്മിക്കാം. അടുത്തത് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. അതും ക്വസ്റ്റ്യനിൽ കണ്ടാൽ നമ്മൾ CCA എന്ന് പറയാം. ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. ഓക്കെ, സിറ്റിയിൽ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സ്ട്രാ കോസ്റ്റ്. നമ്മൾ വില്ലേജ് താമസിച്ച ആൾ സിറ്റിയിലേക്ക് മാറ്റം കിട്ടി. സോ സിറ്റിയിൽ താമസിക്കുമ്പോൾ ഭയങ്കര ചിലവ്. സോ ആ സമയത്ത് കൊടുക്കുന്ന അലവൻസ് ആണ് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. പ്രോജക്റ്റ് അലവൻസ്. എംപ്ലോയി എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുന്ന എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി പ്രോജക്റ്റ് അലവൻസ്. മെഡിക്കൽ ഫെസിലിറ്റി അല്ല മക്കളെ, മെഡിക്കൽ അലവൻസ് ആണ്. മെഡിക്കൽ അലവൻസ് ഈസ് ഫുള്ളി ടാക്സബിൾ. മെഡിക്കൽ അലവൻസ് എന്നാണ് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. ഡോണ്ട് കൺഫ്യൂസ് ഇറ്റ് വിത്ത് ദി മെഡിക്കൽ ബെനിഫിറ്റ്സ്. മെഡിക്കൽ ബെനിഫിറ്റ് നമ്മൾ അവിടെ പറഞ്ഞു റിവിഷൻ്റെ സമയത്ത്. നമ്മളത് രണ്ടും റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിക്കോളും. ഞാൻ അവിടെ അത് ക്ലാരിഫൈ ചെയ്തു തരും. ടിഫിൻ അലവൻസ്. ക്വസ്റ്റ്യനിൽ ടിഫിൻ അലവൻസ് കണ്ടാൽ ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. ഈ ടിഫിൻ അലവൻസിൻ്റെ കൂടെ നിങ്ങൾ ഓർമ്മയിൽ വരികയാണ് ഫ്രീ മീലൊക്കെ കൊടുത്തത്. അത് കംപ്ലീറ്റ്ലി വേറെയാണ്, അത് പെർക്യൂസിറ്റ്സ് ആണ്. ഫ്രീ മീലൊക്കെ കൊടുക്കുന്നത് പെർക്യൂസിറ്റ്സ് ആണ്. സോ ഇതൊക്കെ തലേൻ്റെ ഒരു ഭാഗത്ത് അതൊക്കെ ഉണ്ടായിരിക്കണം. ടിഫിൻ. സോ ടിഫിനും മീലും ഒന്നല്ലേ? അപ്പോൾ അത് രണ്ടും എന്താ അങ്ങനെ? നോ, ദിസ് ഇസ് അലവൻസസ് ആൻഡ് ദാറ്റ് ഇസ് പെർക്യൂസിറ്റ്സ്. ഓക്കെ, സെർവൻ്റ് അലവൻസ്. സെർവൻറ്റിനെ പ്രൊവൈഡ് ചെയ്തു എന്നൊക്കെ പറയുന്നത് നമ്മൾ പെർക്യൂസിറ്റ്സിൽ പഠിച്ചു. ഇവിടെ സെർവൻറ്റിന് പൈസ കൊടുക്കാൻ വേണ്ടി അലവൻസ് കൊടുക്കുകയാണ്. സോ ദാറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. പ്രോക്ടർ അലവൻസ് അല്ലെങ്കിൽ വാർഡൻഷിപ്പ് അലവൻസ്. അതായത് എക്സാമിനേഷനൊക്കെ പോകുന്ന സമയത്ത് പിന്നെ വാർഡനായിട്ടൊക്കെ നമ്മൾ കോളേജിലൊക്കെ ചില ടീച്ചേഴ്സിന് ഹോസ്റ്റലിൻ്റെ ചാർജ് ഉണ്ടാവും. അവർക്ക് പ്രത്യേകം അവരുടെ സാലറിൻ്റെ കൂടെ ഈ ഒരു അലവൻസ് ഒക്കെ കിട്ടും കേട്ടോ. സോ ആ ഒരു സംഭവം അതും ക്വസ്റ്റ്യനിൽ കണ്ടാൽ ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. ഡെപ്യൂട്ടേഷൻ അലവൻസ് അതും ഫുള്ളി ടാക്സബിൾ. അതായത് ഡെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഈ ജോലിയാണ് ഞാൻ ചെയ്യുന്ന ജോലിയാണ് ഈ സാധനം. ഇത് എന്നെ വേറൊരു ജോലിയിലേക്ക് കുറച്ച് ദിവസത്തേക്ക് വേണ്ടി എന്നെ സ്പെഷ്യലി റിക്രൂട്ട് ചെയ്ത് ഇൻ സം അതർ ജോബ്സ്, അല്ലെങ്കിൽ എനിക്ക് വേറൊരു ജോബ് അസൈൻ ചെയ്തു ഇത് ചെയ്യാൻ വേണ്ടി. ആ സമയത്ത് എനിക്ക് കിട്ടുന്ന, അതായത് എൻ്റെ നോർമൽ പണി എന്താ ഇത്, പക്ഷേ ഇതിന് എനിക്ക് സ്പെഷ്യലായിട്ട് അസൈൻ ചെയ്തു. ഈ സമയത്ത് എനിക്ക് കിട്ടുന്ന അലവൻസ് ആണ് ഡെപ്യൂട്ടേഷൻ അലവൻസ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് അലവൻസ്. ഓവർ ടൈം അലവൻസ് ഫുള്ളി ടാക്സബിൾ. മാരേജ് അലവൻസ് ഫുള്ളി ടാക്സബിൾ. നോൺ പ്രാക്ടീസിങ് അലവൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡോക്ടർമാരോട് പറയും നിങ്ങൾ വീട്ടിൽ പോയിട്ട് വേറെ പ്രാക്ടീസ് ഒന്നും വെക്കരുത്. മീൻസ് വീട്ടിൽ നിന്ന് നോക്കാൻ പാടില്ല. പകരം നിങ്ങൾക്ക് ഞാൻ സാലറിൻ്റെ കൂടെ ഒരു നോൺ പ്രാക്ടീസിങ് അലവൻസ് തരാം. സോ അങ്ങനെ പറയുന്നതിന് ഡോക്ടറിൻ്റെ എക്സാമ്പിളാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അത് പ്രൊഫഷണൽ കേസിലൊക്കെ അത് ആപ്ലിക്കബിൾ ആണ്. ഒരു എംപ്ലോയർ അയാളുടെ എംപ്ലോയി ഡോക്ടർ, എഞ്ചിനീയർ, ചാർട്ടേഡ് അക്കൗണ്ട് അതുപോലുള്ള പ്രൊഫഷൻസ് ആണെങ്കിൽ നിങ്ങൾ കമ്പനിയിൽ മാത്രം ജോലി ചെയ്യുക. നിങ്ങൾ എവിടെ പോയി ജോലി ചെയ്യരുത്, വീട്ടിൽ വേറെ പണിയെടുക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ അഡ്വക്കേറ്റ്സ്. കമ്പനിക്ക് സ്പെഷ്യൽ അഡ്വക്കേറ്റ്സ് ഉണ്ട് എന്ന് വെച്ചോ. ഈ അഡ്വക്കേറ്റ്സിന് എന്ത് കൊടുക്കുന്ന സാലറിൻ്റെ കൂടെ നോൺ പ്രാക്ടീസിങ് അലവൻസ്. സോ അഡ്വക്കേറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, വീട്ടിലിരുന്നിട്ട് വേറെ കേസൊന്നും എടുക്കാൻ പറ്റില്ല. ആരെ കേസ് മാത്രമേ എടുക്കാൻ പറ്റൂ, ഈ പർട്ടിക്കുലർ കമ്പനീൻ്റെ കേസ്. സോ ജസ്റ്റ് എക്സാമ്പിൾ. സോ നോൺ പ്രാക്ടീസിങ് അലവൻസ് ഇസ് ഫുള്ളി ടാക്സബിൾ. ഫാമിലി അലവൻസ് ഫുള്ളി ടാക്സബിൾ. ലഞ്ച്, ഡിന്നർ, റിഫ്രഷ്മെൻറ്റ് അലവൻസ് ഫുള്ളി ടാക്സബിൾ. ഇവിടെയും നിങ്ങൾ ഫ്രീ മീല്, ടീ കൊടുത്താൽ അതൊക്കെ നിങ്ങൾ മനസ്സിലൂടെ പോകണം, അതൊക്കെ പെർക്യൂസിറ്റ്സ് ആണ്. ഇവിടെ ഇങ്ങനെ തന്നെ അലവൻസ് എന്നുള്ള പേരിൽ വരുമ്പോൾ ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. സ്പെഷ്യൽ അലവൻസ് given for special purpose and duties is fully taxable. ഇത് ഡെപ്യൂട്ടേഷൻ അലവൻസ് പോലെ തന്നെയാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ ഫുള്ളി ടാക്സബിൾ. ദെൻ വാട്ട്? ഹോളിഡേ ട്രിപ്പ് അലവൻസ് ഇസ് ഫുള്ളി ടാക്സബിൾ. ഓക്കെ. ലീവ് ട്രാവൽ കൺസെഷൻ ഇസ് എ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ്. ഓക്കെ, ലീവ് ട്രാവൽ കൺസെഷൻ ഒരു
നമ്മൾ പഠിച്ചതാണ് ലീവ് ട്രാവൽ കൺസെഷൻ. അതൊരു ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ആണ്, നമ്മൾ പഠിച്ചിട്ടില്ലേ? എൻ്റെ അടുത്ത് മറന്നുപോയി, പറഞ്ഞോ ഇല്ലയോ ഒന്ന് ഓർമ്മിച്ചേക്കണേ. ലീവ് ട്രാവൽ കൺസെഷൻ ഈസ് എ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ്. ദെൻ ഫെസ്റ്റിവൽ അലവൻസ് ഈസ് ഫുള്ളി ടാക്സബിൾ. ട്രാൻസ്പോർട്ട് അലവൻസ് ഇതിൽ കുറച്ച് പറയാനുണ്ട്. ഫെസ്റ്റിവൽ അലവൻസ് ഈസ് ഫുള്ളി ടാക്സബിൾ. ഓക്കെ, അഗെയിൻ റിപ്പീറ്റിംഗ്. ട്രാൻസ്പോർട്ട് അലവൻസ് ഇപ്പോൾ പറയും. ഡിയർനെസ് അലവൻസ് ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഫുള്ളി ടാക്സബിൾ ഇൻ ദ സെൻസ് ദാറ്റ് സാലറി എന്ന് പറയുന്ന ഇൻകം അണ്ടർ ദി ഹെഡ് സാലറി കണ്ടുപിടിക്കൂലേ നിങ്ങൾ? ആ സാലറിയിൽ നമ്മൾ ബേസിക് പേ ഇടും. ആ ബേസിക് പേൻ്റെ കൂടെ ഡിയർനെസ് അലവൻസ് തന്നിട്ടുണ്ട്. ഫുൾ ഡിയർനെസ് അലവൻസ് ക്വസ്റ്റ്യനിൽ 50,000 ആണെങ്കിൽ 50,000 ഇൻകം അണ്ടർ ദി ഹെഡ് സാലറിയിലെ കാൽക്കുലേഷനിൽ വരണം. CCA സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ഫുള്ളി ഇവിടെ എഴുതണം. പിന്നെ എന്തൊക്കെയാ? ഇൻട്രിം റിലീഫ് അലവൻസ് ആ ക്വസ്റ്റ്യനിലെങ്കിൽ ഫുള്ളായിട്ട് അവിടെ ടാക്സബിൾ. പ്രൊജക്ട് അലവൻസ് എഴുതണം. മെഡിക്കൽ അലവൻസ്, ടിഫിൻ അലവൻസ്, സെർവൻ്റ് അലവൻസ്, പ്രോക്ടർ വാർഡൻ അലവൻസ്, അങ്ങനെ തന്നെയാണോ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ? ഒരു സംശയമുണ്ട്. ഡെപ്യൂട്ടേഷൻ അലവൻസ്, ഓവർ ടൈം അലവൻസ്, മാരേജ് അലവൻസ്, നോൺ പ്രാക്ടീസിങ് അലവൻസ്, ഫാമിലി അലവൻസ്, ലഞ്ച് ഡിന്നർ റിഫ്രഷ്മെൻറ്റ് അലവൻസ്, സ്പെഷ്യൽ അലവൻസ്, ഹോളിഡേ അലവൻസ്, ഫെസ്റ്റിവൽ അലവൻസ് ആൻഡ് ട്രാൻസ്പോർട്ട് അലവൻസിനെ പറ്റി നമുക്ക് പറയാം. ട്രാൻസ്പോർട്ട് അലവൻസ് എന്താണെന്ന് വെച്ചാൽ താമസിക്കുന്ന സ്ഥലവും പ്ലേസ് ഓഫ് ഡ്യൂട്ടിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവുമല്ലോ. ആ സമയത്ത് നമുക്ക് എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. നമ്മുടെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലത്തോട്ട് എത്താൻ നമുക്ക് എന്തുണ്ടാവും? എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. അതിനെയാണ് ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറയാം. ട്രാൻസ്പോർട്ട് അലവൻസ് വെറുതെ ക്വസ്റ്റ്യനിൽ തന്നാൽ ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. വെറുതെ ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് മാത്രമേ ക്വസ്റ്റ്യനിൽ ഉള്ളൂ എങ്കിൽ ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. ബട്ട് ക്വസ്റ്റ്യനിൽ ട്രാൻസ്പോർട്ട് അലവൻസ് ചിലപ്പം ട്രാൻസ്പോർട്ട് ബിസിനസ്, അതായത് എന്തെങ്കിലും ബസ് സർവീസിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രക്ക് ഓടിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു ട്രാൻസ്പോർട്ട് ബിസിനസ്സിലുള്ള ഒരു എംപ്ലോയർ അയാളുടെ എംപ്ലോയിക്കാണ് കൊടുത്തതെങ്കിൽ, എപ്പോൾ കൊടുത്തതെങ്കിൽ ഇപ്പോൾ അയാൾ വലിയ ട്രക്കിൻ്റെ ബിസിനസ്സാണെന്ന് വിചാരിച്ചോ, ട്രക്ക്. അപ്പോൾ ഈ ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവറാണ് നമ്മുടെ മിസ്റ്റർ എ. സോ നമ്മുടെ കണ്ണൂരിൽ നിന്ന് തുടങ്ങി ബാംഗ്ലൂർ വരെ പോകണം. അപ്പോൾ ഇത് എന്ത് ബിസിനസ്സാണ്? ട്രാൻസ്പോർട്ട് ബിസിനസ്സാണല്ലേ. ട്രാൻസ്പോർട്ട് ബിസിനസ്സിൽ ഒരു എംപ്ലോയി ആണ് മിസ്റ്റർ എ. ക്ലിയർ ആണല്ലോ. ഇയാൾ ഈ കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂർ വരെ എത്തുന്നതിൻ്റെ ഇടയിൽ ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് ഡ്യൂട്ടി, ഈ ഡ്യൂട്ടീൻ്റെ സമയത്ത് അല്ലെങ്കിൽ റണ്ണിങ് ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് എന്തുണ്ടാവും? ചില പേഴ്സണൽ എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാവും അല്ലേ. വഴിയിൽ ദാവയിൽ നിർത്തിയിട്ട് ഇയാൾ അടിച്ച് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ടുണ്ടാവും. മേ ബി വാട്ട് എവർ ഇറ്റ് ഈസ് he has incurred some personal expenditure, right? So ഇത് മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ശ്രദ്ധിക്കണം, ട്രാൻസ്പോർട്ട് ബിസിനസ് ആയിരിക്കണം, അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയി ആയിരിക്കണം. ആ എംപ്ലോയി ഡ്യൂട്ടീൻ്റെ സമയത്ത്, അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന എന്തെങ്കിലും ഡ്യൂട്ടി, ആ ഡ്യൂട്ടീൻ്റെ ഉള്ളിൽ പെർഫോം ചെയ്യുന്ന ചിലവാക്കുന്ന പേഴ്സണൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയാണ് ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് കൊടുത്തതെങ്കിൽ നമുക്ക് എക്സംഷൻ കിട്ടും. എത്ര എക്സംഷൻ കിട്ടും എന്ന് വെച്ചാൽ നമുക്കിപ്പം 10,000 രൂപയാണ് ഈ ട്രാൻസ്പോർട്ട് അലവൻസ് നമുക്കല്ല ഈ മിസ്റ്റർ എ ട്രക്കിൻ്റെ ഓടിച്ചിട്ട് വന്ന് അതിന് കിട്ടിയത്. ഒന്നിക്കെ 70% ഓഫ് 10,000. 70% ഓഫ് 10,000 എത്രയാണ്? 7,000. ഓക്കെ. അല്ലെങ്കിൽ 10,000 പെർ മന്ത്, വിച്ച് എവർ ഈസ് ലെസ് ആയിരിക്കും നമുക്ക് എക്സംഷൻ കിട്ടുക. ഓക്കെ. ഈ ഒരു കേസിൽ മാത്രമാണ് അപ്ലിക്കബിൾ. അല്ലാത്ത കേസിലൊക്കെ ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് ഇസ് ഫുള്ളി ടാക്സബിൾ. ഈ കേസിലാണെങ്കിൽ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എക്സംപ്റ്റഡ് 70% ഓഫ് ദി അലവൻസ് ഓർ ₹10,000 പെർ മന്ത് വിച്ച് എവർ ഇസ് ലെസ്. ബാക്കി എല്ലാ പറഞ്ഞിരിക്കുന്ന ഈ അലവൻസും ഫുള്ളി ടാക്സബിൾ ആണ് എക്സെപ്റ്റ് ദിസ് വൺ, ട്രാൻസ്പോർട്ട് അലവൻസസ്. സോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഫുള്ളി ടാക്സബിൾ അലവൻസ്. ഓക്കെ. സോ നമ്മൾ അലവൻസിനെ 3 ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഫുള്ളി ടാക്സബിൾ അലവൻസ് നമ്മൾ ഫുൾ കവർ ചെയ്തു. നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇത്. ക്വസ്റ്റ്യനിൽ അങ്ങനെ ആ പറഞ്ഞിരിക്കുന്ന അതിലുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കൊണ്ടുപോയിട്ട് സാലറി ഹെഡിൽ ടാക്സബിലിറ്റിയിൽ എഴുതേണ്ട വരും. സോ അത് നിങ്ങൾ നന്നായിട്ട് ഓർമ്മിക്കണം. ബൈ ഹാർട്ട് സ്റ്റഡി ഒന്നും പറയില്ല. കുറച്ചിങ്ങനെ വായിച്ച് വരുമ്പോൾ കണക്ക് ചെയ്ത് വരുമ്പോൾ കുറേയൊക്കെ നമുക്ക് തറവും അതിനുശേഷം വന്നിട്ട് ബാക്കി നമുക്ക് പഠിക്കാം. പാർട്ട്ലി ടാക്സബിൾ അലവൻസ് ആണ് അടുത്ത് പറയേണ്ടത്. പാർട്ട്ലി ടാക്സബിൾ അലവൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അലവൻസ് 10,000 കിട്ടിയെങ്കിൽ ഇതിൻ്റെ കുറച്ച് ഭാഗത്തിന് ടാക്സ് കൊടുക്കേണ്ടി വരും,
കുറച്ച് ഭാഗത്തിന് നമുക്ക് എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പാർട്ട്ലി ടാക്സബിൾ അലവൻസ് എന്ന് വിളിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ പാർട്ട്ലി അലവൻസിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് 22 ഐറ്റംസ് കാണാം. ഓക്കെ, 22 ഐറ്റം എങ്ങനെ പഠിക്കും എന്നുള്ളത് നമുക്കൊരു പ്രശ്നമുള്ളൊരു സംഭവമാണ്. ഇത് നിങ്ങൾ പഠിക്കണം, ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ദിസ് ഈസ് ഫുള്ളി ടാക്സബിൾ. ബട്ട് ഇതെന്ന് വെച്ചാൽ പറയാം, ഐ വിൽ ടെൽ യു വൈ ഇത് എന്താ ഡിഫിക്കൽട്ട് എന്ന് എനിക്ക് തോന്നാനുള്ള റീസണും നമുക്ക് പറയാം. അപ്പോൾ ഇത് പാർട്ട്ലി ടാക്സബിൾ അലവൻസ് ആണ്. ഇതിൽ ഹൗസ് റെൻ്റ് അലവൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട്, വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ അങ്ങ് പഠിച്ചു പോകും. പിന്നെ വരുന്നത് ബാക്കിയുള്ള 21 എണ്ണമാണ്. ഓക്കെ, അതിനെ ഞാൻ 3 ഗ്രൂപ്പായിട്ട് അങ്ങോട്ട് തിരിക്കും. ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുത്തുന്നത് ഇത്രയും സാധനങ്ങളാണ്. എന്തൊക്കെയത്? ഹെൽപ്പർ അലവൻസ് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ, യൂണിഫോം അലവൻസ് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ, ഡെയിലി അലവൻസ്, ട്രാവലിംഗ് അലവൻസ് ഇത് നമ്മൾ പഠിച്ചിട്ടില്ലേ? നോ, അവിടെ പഠിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ട് അലവൻസ് ആണ്. സി, കൺഫ്യൂഷൻ വേണ്ട. ട്രാൻസ്പോർട്ട് അലവൻസ് ഫുള്ളി ടാക്സബിൾ. ഈ കേസിൽ മാത്രം വേറെ ട്രീറ്റ്മെൻറ്റ്. ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ട്രാവലിംഗ് അലവൻസ് എന്നാണ്. ഹെൽപ്പർ അലവൻസ്, സെർവൻ്റ് എവിടെയോ പഠിച്ചിട്ടില്ലേ? യെസ്, സെർവൻ്റ് അലവൻസ് ഇസ് ഫുള്ളി ടാക്സബിൾ. സെർവൻ്റ് അലവൻസ് ഇസ് ഫുള്ളി ടാക്സബിൾ അലവൻസിലാണ് സെർവൻ്റ് അലവൻസ് വരുന്നത്. ഞാനിവിടെ എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഹെൽപ്പർ അലവൻസ്, അത് ഇതിലാണ് വരുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരേപോലെ വേർഡ് മീനിങ് തോന്നാം, ബട്ട് രണ്ടും രണ്ടായിരിക്കാം. ട്രാവലിംഗ് അലവൻസ്, അക്കാദമിക് അലവൻസ്, വാഷിംഗ് അലവൻസ്. ക്വസ്റ്റ്യനിൽ ഈ പറഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലും ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇൻകം അണ്ടർ ഹെഡ് സാലറി എന്ന് എഴുതും അല്ലേ? ഇങ്ങനെ കുറേ ഐറ്റം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം വന്നു, യൂണിഫോം അലവൻസ് വന്നു 5000. അപ്പോൾ ഞാനിവിടെ എഴുതും യൂണിഫോം അലവൻസ് ഫുൾ എഴുതണേ, 5000 എന്ന് എഴുതും. ക്വസ്റ്റ്യനിൽ അതേ ക്വസ്റ്റ്യനിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ആ എംപ്ലോയി യൂണിഫോം വാങ്ങാൻ ശരിക്കും സ്പെൻഡ് ചെയ്തത് 4000 സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ശരിക്കും ഇയാൾ എന്ത് സ്പെൻഡ് ചെയ്തത് എത്രയാണ്? എമൗണ്ട് സ്പെൻഡ് എത്രയാണ്? യൂണിഫോം വാങ്ങാൻ ഈ മിസ്റ്റർ എ സ്പെൻഡ് ചെയ്ത എമൗണ്ട് എത്രയാണ്? 4000. അപ്പം 5000 റുപ്യ അയാൾ വാങ്ങിച്ച് അടിച്ചു മാറ്റി. എന്ത് പറഞ്ഞിട്ട്? യൂണിഫോം അല്ല, അതായത് എനിക്ക് യൂണിഫോം ഉള്ള എന്തെങ്കിലും ഓഫീസൊക്കെ ആയിരിക്കും യൂണിഫോം വാങ്ങിക്കാനുള്ള അലവൻസ് ആക്കി. എന്നിട്ട് അയാൾ എത്ര പൈസയൊക്കെ യൂണിഫോം വാങ്ങിയിട്ടുള്ളൂ? 1000. അപ്പോൾ അയാൾക്ക് അവിടെ 1000 റുപ്യ എന്തായി? ബെനിഫിറ്റായി. സോ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. ഈ 1000ത്തിന് നമ്മൾ ടാക്സ് കൊടുക്കണം. സോ ഇങ്ങനെയുള്ള അലവൻസിൽ വരികയാണെങ്കിൽ, ഇങ്ങനെയുള്ള ഏതൊരു അലവൻസ് 1 2 3 4 5 6 ഈ 6 എണ്ണത്തിൽ ഏത് അലവൻസ് വന്നാലും എത്രയാണോ ആക്ച്വൽ സ്പെൻഡ് ചെയ്തത് അതിന് മാത്രമേ നമുക്ക് എക്സംഷൻ കിട്ടൂ. ബാക്കിക്ക് നമ്മൾ ടാക്സ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊരു അലവൻസ് ആയിക്കോട്ടെ, ഹെൽപ്പർ, യൂണിഫോം, ഡെയിലി, ട്രാവലിംഗ്, അക്കാദമിക്, വാഷിംഗ്, ഇത് ക്വസ്റ്റ്യനിൽ വന്നാൽ ആ എമൗണ്ടിൽ നിന്ന് എത്രയാണോ സ്പെൻഡ് ചെയ്തത് അത് മാത്രമേ നമുക്ക് എക്സംഷൻ കിട്ടൂ. ബാക്കി എമൗണ്ടിന് ടാക്സബിൾ കൊടുക്കണം. ഇനി വേറൊരു കേസാണെങ്കിൽ യൂണിഫോം അലവൻസ് കിട്ടിയിരിക്കുന്നത് 5000, യൂണിഫോം അലവൻസ് ആ പർട്ടിക്കുലർ എംപ്ലോയി സ്പെൻഡ് ചെയ്തത് 6000 റുപ്യക്ക് യൂണിഫോം വാങ്ങിയിട്ടുണ്ട്. സോ ഇവിടെ നത്തിങ് ഈസ് ടാക്സബിൾ. അയാൾക്ക് എത്രയാണ് ബെനിഫിറ്റ് കിട്ടിയ? എംപ്ലോയർ എത്രയാൾക്ക് കൊടുത്ത? 5000. ഇയാൾ 6000 സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഇയാളെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടായിരിക്കും ബാക്കി പൈസ കൊടുത്തത്. സോ ദർ ഇസ് നിൽ ടാക്സബിലിറ്റി, നില്ലായിരിക്കും. ഓക്കെ, കൂടുതൽ എമൗണ്ട് ആണെങ്കിൽ നില്ലായിരിക്കും ടാക്സബിലിറ്റി. കാരണം എന്താണെന്ന് ആലോചിച്ച് നോക്ക്, എനിക്കൊരു സാധനം വാങ്ങിക്കാൻ ഒരാൾ 5000 രൂപ തന്ന് ഞാൻ അതേ സാധനം 6000 റുപ്യക്ക് വാങ്ങിച്ച് എനിക്ക് ബെനിഫിറ്റ് എത്ര കിട്ടിയ? 5000. അതിൽ ഞാൻ എത്ര സ്പെൻഡ് ചെയ്ത്? 5000 കഴിച്ച് 1000 റുപ്യ കൂടുതൽ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഇട്ടിട്ട് വാങ്ങിച്ചു. സോ 1000 റുപ്യ എനിക്ക് ബെനിഫിറ്റ് ആണോ? അല്ല. സോ ഞാൻ എന്തിനാ ടാക്സ് കൊടുക്കുന്നത്? തിങ്ക് ചെയ്യണേ അങ്ങനെയൊക്കെ. സോ ദർ ഇസ് നിൽ ടാക്സബിലിറ്റി. അപ്പം ഈ 4 എണ്ണത്തിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞ ഈ 22 പോയിന്റിനകത്ത് വരുന്ന ഒരു 6 എണ്ണത്തിന് ഞാൻ മാറ്റി എഴുതിയതാണ്. ഇത് നിങ്ങളെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഈ 6 എണ്ണം വരുവാണെങ്കിൽ ഇങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ. ഓക്കെ, ഇനി ഞാൻ വേറൊരു 2 എണ്ണം ഇവിടെ എഴുതിയിട്ടുണ്ട്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആൻഡ് ഹോസ്റ്റൽ അലവൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വെച്ചോളെ. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എംപ്ലോയർ കൊടുത്തിരിക്കുന്നത് ₹500 പെർ മന്ത് ഫോർ 2 ചിൽഡ്രൻ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചോ. ചിൽഡ്രൻ അലവൻസ് എംപ്ലോയർ കൊടുത്തിരിക്കുന്നത് എംപ്ലോയിക്ക് 500 രൂപ പെർ മന്ത് ഫോർ 2 ചിൽഡ്രൻ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിലെങ്കിൽ ഈ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസിനും ഹോസ്റ്റൽ അലവൻസിനും ഇൻകം ടാക്സ് ഒരു ലിമിറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ലിമിറ്റ് വരെ നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റും? എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതിനപ്പുറം നമുക്ക് എന്ത് കിട്ടൂല? എക്സംഷൻ കിട്ടില്ല. അതാണ് പറയാൻ പോകുന്നത്. അപ്പം ലിമിറ്റ് അറിയണം.
ലിമിറ്റ് എത്രയാണെന്ന് വെച്ചാൽ 2 കുട്ടികൾക്ക് നമുക്ക് ഈ ഒരു ലിമിറ്റ് കിട്ടും. ഒരു കുട്ടിക്ക് പെർ മന്ത് 100 രൂപ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഇപ്പോൾ ഈ കണക്കിലാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 500 എത്ര കുട്ടികൾക്ക്, 2 കുട്ടികൾക്ക്. ഇപ്പോൾ ഇൻകം ടാക്സ് എത്രയാണ് നമ്മളോട് പറയുന്നത്, 100 രൂപ വെച്ച് 2 കുട്ടികൾക്ക്, അതായത് 200. അപ്പോൾ ഇൻകം ടാക്സ് എത്രയാണ് പെർ മന്ത് നമ്മൾ അനുവദിക്കുന്നത്, 200 മാത്രമേ അനുവദിക്കുന്നുള്ളൂ. സോ 200 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റും. എത്ര പൈസക്ക് ടാക്സ് കൊടുത്താൽ മതി, 300 റുപ്പീസിന് ടാക്സ് കൊടുത്താൽ മതി. ഇത് പെർ മന്താണ്, ഇതിനെ നമ്മൾ എന്താക്കണം, ഇയർ ആക്കണം. സോ ഇൻറ്റു 12 ചെയ്യണം. ഇത് പെർ മന്താണ് അല്ലേ, പെർ മന്താണ് തന്നത്, ഇത് പെർ മന്താണ് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ബാക്കി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പഠിക്കും. ഇനി അടുത്തത് ഹോസ്റ്റൽ അലവൻസ് ആണെങ്കിലും അതിനും ലിമിറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെയും 2 കുട്ടികൾക്ക് 300 അല്ലടാ, 300 പെർ മന്ത് വെച്ചിട്ട് നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന, നമ്മുടെ എംപ്ലോയിക്ക് കിട്ടിയിരിക്കുന്ന ഹോസ്റ്റൽ അലവൻസ് 700 പെർ മന്താന്ന് വെച്ചോ ഫോർ 2 ചിൽഡ്രൻ, 2 ചിൽഡ്രൻ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ശരിക്കും ഇൻകം ടാക്സ് എത്രയാണ് അനുവദിക്കുന്നുള്ളൂ, 600, 2 ചിൽഡ്രന് 600. സോ ബാക്കി 100 രൂപ 12 ആക്കുക, ബിക്കോസ് ഇയറിലോട്ട് ആക്കണം. ഈ 100 രൂപക്ക് നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം, ഇയറിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ 1200 രൂപക്ക് നമ്മൾ എന്ത് കൊടുക്കണം, ഹോസ്റ്റൽ അലവൻസ് വകയിൽ ടാക്സ് കൊടുക്കണം. ക്ലിയർ ആണല്ലോ? അതും നിങ്ങൾക്ക് ഇവിടെ കാണാം. ചിൽഡ്രൻ ഈസ് എക്സംപ്റ്റ് അപ് ടു 100 പെർ ചൈൽഡ് പെർ മന്ത് ഫോർ 2 ചിൽഡ്രൻ. അതായത് 200 പെർ മന്ത് ടോട്ടൽ, 2 ചിൽഡ്രന് മൊത്തത്തിൽ 200 രൂപ കിട്ടും. ഹോസ്റ്റൽ അലവൻസും അതുപോലെ തന്നെ 300 പെർ ചൈൽഡ്. അപ്പോൾ 2 കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ 600 രൂപ നമുക്ക് എക്സംഷൻ പെർ മന്ത് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ ഞാൻ ഈ വട്ടം ഇട്ടതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഒന്നാമത്തത് നമ്മൾ പഠിക്കും, രണ്ടാമത്തത് നമ്മൾ നല്ല വിശദമായിട്ട് ഈ 2 എണ്ണം നമ്മൾ പഠിക്കും. 3ഉം 4ഉം ഞാൻ പറഞ്ഞിട്ടില്ല. 5, 6, 7, 8, 17, 22 അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു സാധനങ്ങൾ. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ പഠിപ്പിച്ചു തന്നു. പിന്നെ ഞാനിവിടെ ചിൽഡ്രൻസ് അലവൻസും പഠിപ്പിച്ചു തന്നു, ഹോസ്റ്റൽ അലവൻസും പഠിപ്പിച്ചു തന്നു. ഞാൻ എന്തുകൊണ്ട് ബാക്കി പറഞ്ഞില്ല എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്. ഇവിടെ നോക്കിക്കോ, ഈ അവിടെ പാർട്ട്ലി ടാക്സബിൾ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ തന്നെയാണ് ഈ ഒരു സാധനം വരുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്പെഷ്യൽ കോമ്പൻസേറ്ററി അലവൻസ് ആണ് കൊടുത്തതെങ്കിൽ മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, സിക്കിം, UP, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ ഈ സ്പെഷ്യൽ കോമ്പൻസേറ്ററി അലവൻസ് എന്ന് പറഞ്ഞാൽ വലിയ മലയുടെ മുകളിലാണ് എനിക്ക് ജോലിയെങ്കിൽ, അല്ലെങ്കിൽ ഫുൾ സ്നോ കവർ ചെയ്ത ഏരിയയിലാണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ സീസൺ അല്ലാത്തത്, നമുക്ക് താങ്ങാൻ പറ്റാത്ത ചില സീസൺസ് ഒക്കെയുള്ള സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ, ഓക്കെ, ക്ലൈമറ്റ് ഒക്കെയുള്ള സ്ഥലം, അവിടെയൊക്കെയാണ് ജോലിയെങ്കിൽ കിട്ടുന്നതാണ് സ്പെഷ്യൽ കോമ്പൻസേറ്ററി അലവൻസ്. അത് കിട്ടിയിരിക്കുന്നത് ജോലി ചെയ്യുന്ന എംപ്ലോയി മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, സിക്കിം, UP, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ ആണെങ്കിൽ അയാൾക്ക് കിട്ടിയ പൈസയിൽ നിന്ന് അയാൾക്ക് എത്ര ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം, എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഡിഡക്ഷനും എക്സംഷനും തമ്മിൽ വ്യത്യാസം ഞാൻ പറഞ്ഞേ. സോ എത്ര എക്സംഷൻ ക്ലെയിം ചെയ്യാം, 800 പെർ മന്ത് എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഇനി ജമ്മു കാശ്മീരിലെ സിയാച്ചിൻ ഏരിയയിലാണെങ്കിൽ അയാൾക്ക് ഇത്ര വരെ എന്ത് ചെയ്യാം, കിട്ടിയ പൈസയിൽ നിന്ന് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് കിട്ടിയതിൽ നിന്ന് ഇത്ര പൈസ വരെ അയാൾക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാം. ബാക്കി സ്ഥലത്താണെങ്കിൽ ഇത്ര വരെ. ബോർഡർ ഏരിയ, റിമോട്ട് ഏരിയ, ഡിസ്റ്റർബ്ഡ് ഏരിയ അലവൻസ് അല്ലേ, നമ്മൾ എപ്പോഴും കലാപമൊക്കെ നടക്കുന്ന ഏരിയയിലൊക്കെയാണ് നമ്മളെ ജോലിയെങ്കിൽ നമുക്ക് കിട്ടുന്ന അലവൻസ്. ബോർഡറിൽ ജോലി ചെയ്യുന്ന ആൾ, റിമോട്ട് ഏരിയയിൽ ജോലി ചെയ്യുന്ന ആൾ കിട്ടുന്നത്. അതും ഇവിടെ ഇങ്ങനെ തന്നെ സ്ഥലമൊക്കെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് ഇസ് ഇമ്പോസിബിൾ. കുറേയൊക്കെ നമുക്ക് പഠിക്കാൻ ഇമ്പോസിബിൾ. ഈ സ്ഥലമൊക്കെ നമ്മൾ ഒന്നാമത് നമുക്ക് ഇത്ര ടെക്സ്റ്റ് പഠിച്ച് തീർക്കാനുണ്ട്. സോ ഫോർ മീ ഇതൊക്കെ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യുന്നത് അത്ര വലിയൊരു നല്ലൊരു മീൻസ് വെരി എന്താ പറയുക, ടൈം കൺസ്യൂമിങ്ങും, നമുക്ക് കുറേയൊക്കെ നമുക്കത് ഓർമ്മയിൽ നിൽക്കില്ല. സോ ഇതിനു വേണ്ടി നമ്മൾക്ക് ചെയ്യാനുള്ള എളുപ്പവഴി ബാക്കിയൊക്കെ അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. ബട്ട് ഇതിൽ 4ാമത്തത് ഇമ്പോർട്ടൻ്റ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ 70% പഠിപ്പിച്ചു തന്നതാണ്. 5th വൺ പഠിപ്പിച്ചു തന്നതാണ്. ദിസ് വൺ പഠിപ്പിച്ചു തന്നതാണ്. ബാക്കി ഒന്നും ഞാൻ പറയുന്നില്ല, ബിക്കോസ് എപ്പോൾ പറയുന്നറിയോ, നമ്മൾ സാലറി ഹെഡിൻ്റെ ഫുൾ ഇല്ലുസ്ട്രേഷനും വർക്കൗട്ട് ചെയ്യുമ്പം അവിടെ വരും ഇതിലേതെങ്കിലുമൊക്കെ. ആ സമയത്ത് അത് മാത്രം എടുത്തിട്ട് നമ്മൾ പഠിക്കും. ക്ലിയറാണ് ഞാൻ പറഞ്ഞതെന്ന് വിചാരിക്കുന്നു. ബട്ട് ഞാൻ പഠിപ്പിച്ചു തന്ന ആ പോയിൻറ്റ്സ് നല്ല ക്ലിയറായിട്ട് ഓർമ്മയിലുണ്ടായിരിക്കണം. ടാക്സബിൾ, ഫുള്ളി ടാക്സബിൾ അലവൻസിനെ പറ്റി നല്ല ധാരണയുണ്ടായിരിക്കണം. പാർട്ട്ലി ടാക്സബിൾ ഈ പഠിപ്പിച്ചു തന്ന ഈ ഒരു 6 പോയിൻറ്റും
ഈ 2 പോയിന്റും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നൗ യുവർ ലാസ്റ്റ് തിങ് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്. അലവൻസിൻ്റെ മൂന്നാമത്തത് ഫുള്ളി എക്സംപ്റ്റഡ്. ഈ പറഞ്ഞിരിക്കുന്ന അലവൻസാണ് കിട്ടിയതെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കണ്ട. സാലറി എന്ന് പറഞ്ഞ ഹെഡിൽ നമ്മൾ ഇതിനെ കാണിക്കണ്ട, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ. ഫോളോയിങ് അലവൻസ് ആർ നോട്ട് ടാക്സബിൾ. ഫോറിൻ അലവൻസസ്. ഫോറിൻ അലവൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എംബസി ഉണ്ടാവില്ലേ, എംബസിയിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ ഗവൺമെൻറ്റിലെ എംപ്ലോയി എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഔട്ട്സൈഡ് ഇന്ത്യ. ഗവൺമെൻറ് എംപ്ലോയി വർക്കിംഗ് ഔട്ട്സൈഡ് ഇന്ത്യക്ക് കിട്ടുന്ന ഫോറിൻ അലവൻസസ് ഫുള്ളി എക്സംപ്റ്റഡ്. സംച്വറി അലവൻസ് ടു ഹൈക്കോർട്ട് ജഡ്ജ് ആൻഡ് സുപ്രീം കോർട്ട് ജഡ്ജ്. സുപ്രീം കോർട്ട് ജഡ്ജ് അല്ലെങ്കിൽ ഹൈക്കോർട്ട് ജഡ്ജിനൊക്കെ കിട്ടുന്ന അലവൻസും എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. സോ ഇതിങ്ങനെ തന്നെയായിരിക്കും ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. സോ അത് ഓർമ്മിക്കുക കേട്ടോ. ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സ്. Sumptuary allowance is paid to higher officers, member of X to meet their persons on clothing, food and അവരുടെ വലിയ വലിയ പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ, അവരുടെ ഡ്രസ്സ്, ഫുഡ്, ചില ലക്ഷറി എക്സ്പെൻഡിച്ചേഴ്സിനൊക്കെ അവർക്ക് കൊടുക്കുന്ന അലവൻസ് ആണിത് കേട്ടോ, സംച്വറി അലവൻസ്. സോ സംച്വറി അലവൻസ് ഹൈക്കോർട്ട് ജഡ്ജ്, സുപ്രീം കോർട്ട് ജഡ്ജിന് ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സസ്. പിന്നെ UNOയിലെ എംപ്ലോയീസിന് കൊടുക്കുന്നതും ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അടുത്തത് പെർ ഡിയം അലവൻസ്. Per diem allowance എന്താന്ന് നോക്കാം. Per diem allowance refers to a specific amount of money that an organization allowed to an employee to spend per day to cover the living and traveling in connection with work. അതായത് ജോലിയുടെ ഭാഗമായി ഒരു ദിവസം ഒരു എംപ്ലോയിക്ക് ഇത്ര സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ലിമിറ്റ്, ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് മണി പറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് പെർ ഡിയം അലവൻസ് എന്ന് പറയാം. ഓക്കെ, പെർ ഡേ ഒരു വർക്കറിന് അവരുടെ ലിവിങ് ആൻഡ് ട്രാവലിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു പൈസ, അതിനാണ് പെർ ഡിയം അലവൻസ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദ അലവൻസ് ഗിവൺ ടു ദ എംപ്ലോയി വർക്കിംഗ് ഫോർ കംപ്ലീറ്റിംഗ് എ ടാസ്ക് ഓർ ഗോയിങ് ടൂർ അവേ ഫ്രം ഹോം. സോ പെർ ഡിയം അലവൻസ് ക്വസ്റ്റ്യനിൽ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സംപ്റ്റ് ഫ്രം ടാക്സ്. ഇറ്റ് ഈസ് എക്സംപ്റ്റ് ഫ്രം ടാക്സ്. ക്ലിയർ ആണല്ലോ? സോ ഫുള്ളി എക്സംപ്റ്റഡ് എന്ന് പറയുമ്പോൾ എംബസിയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന ഫോറിൻ അലവൻസ്, ഹൈക്കോടതി സുപ്രീം കോർട്ട് ജഡ്ജസിന് കിട്ടുന്ന സംച്വറി അലവൻസ്, UNOയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന എല്ലാ അലവൻസുകളും പെർ ഡിയം അലവൻസും ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ് ആണ്. ഓക്കെ, ഇതൊരു പുതിയൊരു സംഭവം വന്നിട്ടുണ്ടായി. സാലറി റിസീവ് ബൈ ദ പ്രൊഫസേഴ്സ് ഫ്രം സാർക്ക് കൺട്രീസ്. ബട്ട് ഇത് ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഇതിൽ ഇനിയും എഡീഷൻ കുറേ പോയിന്റ്സ് ഉണ്ട് മക്കളെ. ബട്ട് ഇവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല. കണ്ട, സബ്ജക്റ്റ് ടു കണ്ടീഷൻസ് എന്ന് പറയുന്നുണ്ട്. ആ കണ്ടീഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബട്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ അത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ ആരെയും കൂടെ പെടുത്തണം എന്നാണ് പറയുന്നത്. ഇവരെയും കൂടെ, അതായത് സാർക്ക് കൺട്രീസിൽ പ്രൊഫസേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, സാർക്ക് കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഇതാണ്: ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽദീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക. സോ ഇവരുടെ ഈ ഒരു കൺട്രീസിൽ ജോലി ചെയ്യുന്ന പ്രൊഫസേഴ്സിൻ്റെ സാലറിയും എക്സംപ്റ്റഡ് ആണ്. ബട്ട് a lot of conditions have to be fulfilled. സോ അത് നമ്മളിവിടെ പഠിക്കുന്നില്ല. 2 വർഷം വരെ നോട്ട് ടാക്സബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട്. സോ അതുകൊണ്ട് ഞാനിത് പറയുന്നില്ല. ഇവിടെ ഇത്രയും ഭാഗം എഴുതിയത് എൻ്റെ ഒരു ലോജിക്കിന് അത് ഇത്ര പോരാ, ഇത് ഇനിയും പറയണം എന്നൊക്കെ ഉണ്ട്. ഇറ്റ്സ് നോട്ട് ടാക്സബിൾ ഫോർ എ പീരീഡ് ഓഫ് 2 ഇയർ എന്ന് കാണാം. ബട്ട് 2 ഇയർ അത് അങ്ങനെയൊക്കെ ഉണ്ട്. എനിവേ, ഈ ഒരു സാധനം ഓർമ്മിച്ച് വെക്കുക. ബട്ട് നിങ്ങളിപ്പം ഈ 4 വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. പെർ ഡിയം, ദിസ് വൺ. ഇത് കണ്ടാൽ ഇറ്റ് ഇസ് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ്. അപ്പോൾ അലവൻസസിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. ഫുള്ളി ടാക്സബിൾ, പാർട്ട്ലി ടാക്സബിൾ ആൻഡ് എക്സംപ്റ്റഡ്. ഇനി നമ്മൾ ഇതിനകത്തുള്ള 2 അലവൻസിനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങ് എടുക്കും. ദാറ്റ് ഈസ് എവിടെ ഇതാ HRAയും entertainment allowance. So first we will start with HRA in our next video.